എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. സഹോദരങ്ങളെ, ഒരു കാലത്ത് ഞാൻ പറഞ്ഞു സഭയുടെ പുറത്തു നിന്നായിരുന്നു ഇടി. ഇന്നാണെങ്കിൽ ഗേ മാരേജിന് വേണ്ടി താല്പര്യപ്പെടുന്ന വൈദികരുണ്ട്, മെത്രാന്മാരുണ്ട്, അതിനുവേണ്ടി സഹകരിക്കുന്ന കർദിനാൾമാരുണ്ട്. വിവാഹം എത്ര വേണമെങ്കിലും ആകാമെന്ന് അംഗീകരിക്കുന്ന വൈദികരുണ്ട്, സെമിനാരി സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ ദൈവങ്ങളും ഒരു ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, പ്രഖ്യാപിക്കുന്ന പിതാക്കന്മാരുണ്ട്, കാർഡിനൽസ് ഉണ്ട്. ഇവിടെ വിശ്വാസ സമൂഹം കർത്താവിൻ്റെ തകർക്കപ്പെട്ട മേനിയെ ചേർത്ത് പിടിച്ച് ഒരു വൈദികന് സഭ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളെ, സഹോദരങ്ങളെ. അൽമായർക്കും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവശാസ്ത്രം പഠിച്ചു എന്നുള്ളത്, ഞാനൊരു ദൈവശാസ്ത്ര പീഠത്തിൽ പഠിപ്പിക്കുന്ന ആളാണ്. ദൈവശാസ്ത്ര പീഠത്തിൽ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ യേശുവിൻ്റെ പുത്രനാകുന്നില്ല. അൾത്താരയിൽ ബലിയർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ അൾത്താരയുടെ സ്വന്തമാകുന്നില്ല. അവൻ ഏതാനും കാലം സെമിനാരിയിലോ സിസ്റ്റർഹുഡിലോ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ ക്രിസ്തുവിനാൽ സ്വീകാര്യനാകണമെന്ന് നിർബന്ധമില്ല. യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുന്ന, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളെ കൃത്യമായി തുറന്നു പറയുന്ന സഭാഗാത്രത്തിൻ്റെ വലിയ ശക്തി വരും കാലങ്ങളിൽ ഉണ്ടാകാൻ വിശ്വാസി സമൂഹം നിലവിളിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിനക്ക് ഗേ മാരേജ് ആണെങ്കിൽ അത് ചെയ്യാം. നിനക്ക് എന്തു വേണമെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാം. ദേവാലയത്തിൽ പോകാൻ നിർബന്ധമില്ല. മറിച്ച് മാത്രമല്ല, സഭയ്ക്കെതിരെ നീ എല്ലാ വിധത്തിലും ആയുധങ്ങൾ ശേഖരിക്കണം. നീ ആയുധങ്ങൾ ശേഖരിക്കാമെങ്കിൽ നിനക്ക് ആവശ്യമായ സമ്പത്ത് മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ഷോ ആദ്യം ഫോക്സ് ടെലിവിഷനിൽ, അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മെട്രോസിലും, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, കൊച്ചി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഈ ലൂസിഫർ വരും കാലങ്ങളിൽ കടന്നു വരുമെന്നാണ് ഇവർ പറയുന്നത്. സഹോദരങ്ങളെ, ലൂസിഫർ വളരെ ശക്തിയോടുകൂടി മുന്നേറുന്ന കാലത്ത് വിശ്വാസികൾ ഉറങ്ങരുത്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ 3 പ്രാവശ്യം വന്ന് പറയുന്നുണ്ട്, സഹോദരങ്ങളെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കില്ല എന്ന്. സഹോദരങ്ങളെ ഓർക്കുക, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈശോ അത് പറയുന്നത്? ഈശോ പറയാനുള്ള കാരണം, ശിഷ്യഗണം ഉറങ്ങുന്ന നേരത്തും ഉറങ്ങാതെ ഇരിക്കുന്ന ഒരിടമുണ്ട്. ആ ദിവസങ്ങളിൽ ആ ഇരിക്കുന്ന ഇടം പിലാത്തോസിന്റെ അരമനയും ഹെറോദേസിന്റെ കോട്ടയുമാണ്. ശിഷ്യന്മാർ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത്, നിദ്രയിലേക്ക് വീഴുന്ന സമയത്ത് രക്ഷകൻ എങ്ങനെ തകർക്കപ്പെടണമെന്നുള്ള ആലോചന നടത്തുകയാണ് പിലാത്തോസിന്റെ അരമനയും ഹെറോദേസിന്റെ കോട്ടയും. ഈ കാലയളവ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടേണ്ട ഈ കാലയളവിൽ നമ്മൾ ഓർക്കണം, ഹെറോദേസിന്റെ നരക സന്തതികൾ ഏറെ പ്രാബല്യത്തോടുകൂടി ചർച്ച നടത്തുന്നു വിശ്വാസി സമൂഹത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്ന്, കത്തോലിക്ക സഭയ്ക്കെതിരെ എങ്ങനെ മോശപ്പെട്ട വാർത്തകൾ ഇറക്കാമെന്ന്. ഇവിടെ നമ്മൾ ഉറങ്ങരുത്, നമ്മൾ ഉണർന്നെഴുന്നേറ്റേ മതിയാകൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ റേഗൻസ്ബുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശു അവസാനത്തെ പ്രവാചകനാണ്. യേശു രക്ഷകനും നാഥനും ദൈവപുത്രനുമാണ്. യേശുവിന് ശേഷം ആരെങ്കിലും ദൈവപുത്രനെന്ന് പറയുകയോ പ്രവാചകനെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ കള്ളപ്രവാചകനാണ്. ഇത് അദ്ദേഹം പറയുന്നത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിന് മുമ്പിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാട്ടിലാണ്, അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ടെലിവിഷൻ സ്റ്റേഷനുകളും ടെലിവിഷൻ ചാനലുകളും അദ്ദേഹത്തിനെതിരെ പറയാൻ തുടങ്ങി. പാപ്പ ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ പാപ്പ ക്ഷമ പറയണം. പാപ്പ എന്ത് ചെയ്തു? പാപ്പ നല്ല ബുദ്ധിയുള്ള പാപ്പയാണ്. പാപ്പ പറഞ്ഞു, ഞാൻ അസ്ഥാനത്തെങ്ങാനുമാണ് പറഞ്ഞതെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്നു, പക്ഷെ പറഞ്ഞതിൽ
ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പിൻവലിക്കുന്നില്ലെന്ന് പറഞ്ഞു. മാർപ്പാപ്പയ്ക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. മാർപ്പാപ്പ ആ രാത്രിയിൽ സുഖകരമായി കിടന്നുറങ്ങി. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യത്തെ ആദ്യ നാളുകളിൽ പൊതുനിരങ്ങളിൽ മാധ്യമങ്ങൾ എതിരായിട്ട് പറഞ്ഞു. ഈ മാർപ്പാപ്പ ഏതോ ഒരു മതസമൂഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പ ഒരു മതത്തെക്കുറിച്ചും പറഞ്ഞില്ല, ഒരു സമുദായത്തെക്കുറിച്ചും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു യേശു അവസാന പ്രവാചകൻ, അതിനുശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കള്ളപ്രവാചകൻ. അദ്ദേഹം ഇങ്ങനെ കൂടി ഒരു വാചകം കൂട്ടിച്ചേർത്തിരുന്നു. ആ പ്രവാചകനെ പിഞ്ചെന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു ലോകാവസാനത്തിന് പോലും സാധ്യതയുണ്ട്. കാരണം ഭീകരവാദം ലോകത്തിൽ അധികമായി പടരുമെന്ന്. സഹോദരങ്ങളെ, 3-4 മാസങ്ങൾക്ക് മുമ്പ് UK ടാബ്ലറ്റ് എന്ന് പറയുന്നൊരു മാഗസീനുണ്ട്. ആ മാഗസീൻ്റെ കവർ പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഓ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അങ്ങ് ഞങ്ങളോട് പൊറുക്കണം. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മുഴുവൻ, ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ പിള്ളേര് ഇതെടുത്ത് കൊടുക്കാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങി, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. കാരണം യേശു അവസാന പ്രവാചകൻ, അതിനുശേഷം വന്നവൻ കള്ളപ്രവാചകൻ. മാത്രമല്ല ഭീകരവാദമാണ്. അതിലൂടെ ലോകം വിഭജിക്കപ്പെടും, ലോകം തകർക്കപ്പെടുമെന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എതിര് പറഞ്ഞവർ തന്നെ ചേർന്ന് പിടിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, മാധ്യമങ്ങൾ കത്തോലിക്ക സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്തും വിശ്വാസികൾ ഏറെ സ്നേഹത്തോടെ ഈശോയുടെ സഭയെ ചേർത്ത് പിടിക്കണം. ഞാൻ പറഞ്ഞത്, സഭയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നിലവിളിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. സഭയുടെ ഉദാഹരണത്തിന് നമ്മളൊരു മോശപ്പെട്ട ന്യൂസ് വായിക്കുകയാണെന്ന് കരുതുക, എന്തെങ്കിലും സുഖകരമല്ലാത്തൊരു സംഭവം നടന്നെന്ന് കാണുകയാണെന്ന് കരുതുക. സഹോദരങ്ങൾ, ഇതങ്ങ് പറഞ്ഞ് പടത്തുക അല്ല ചെയ്യേണ്ടത്. പറഞ്ഞ് പടർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കൂർമ്മ ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയെക്കുറിച്ച് മോശപ്പെട്ടത് പറഞ്ഞാൽ ആരെങ്കിലും അനുവദിക്കുക സഹോദരങ്ങളെ? ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു മോളുണ്ടെന്ന് കരുതുക. ആ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് എന്തോ മോശപ്പെട്ട ബന്ധമുണ്ടായി. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് സമയമാകുന്ന നേരത്ത് ഇതാ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? കൊച്ചുദിവസ പുണ്യവതി കഴിഞ്ഞിട്ട് അവളാണ് പിന്നെ അടുത്ത ആളെന്നല്ലേ പറയുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി അവരുടെ കുറവുകളും പരിമിതികളും ഒക്കെ നമ്മൾ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാതാവായ തിരുസഭയുടെ കുറവുകളെ നമ്മൾ മറച്ചു പിടിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ കുറവുകളെ നമ്മളും ഏറ്റെടുത്ത് സമർപ്പിക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞത്, വിശുദ്ധ കുർബാനയെ തകർക്കാൻ ശ്രമങ്ങൾ ധാരാളം നടക്കുന്നു. തൃശ്ശൂർ അടുത്തയുടെ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത പരിപാടി ഇതാണ്. പുള്ളി നോക്കിയപ്പോൾ വിശുദ്ധ കുർബാന എടുത്തു കൊണ്ടുപോയാലല്ലേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് പുറകിലൂടെ പോയി കപ്പ്യാര സ്വാധീനിച്ച് ഒരു ഓസ്തി കഷ്ണം എടുത്തു. ആ ഓസ്തി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 5000 രൂപ കിട്ടും. അയാൾ ആ ഓസ്തി കൊണ്ടുപോയി അവിടെ ചെന്ന്, സഹോദരങ്ങളെ, സാത്താൻ സേവക്കാർ അവിടെ കൊണ്ടുവന്ന ഓസ്തി വെച്ച് ഈ കൊടുത്ത ഗോതമ്പിൻ്റെ അപ്പം വെച്ച് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് പിടികിട്ടി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഒറിജിനൽ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്ന് നരകത്തിൻ്റെ സന്തതികൾക്ക് പോലും മനസ്സിലാകുമെങ്കിൽ വിശ്വാസികളുടെ സംഘം അതിനെ മാറ്റിവെക്കുന്നത് എത്രയോ തകർക്കപ്പെട്ട കാര്യമാണ്, എത്രയോ മോശപ്പെട്ട കാര്യമാണെന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഇപ്പം എപ്പോഴും ശ്രമിക്കുന്നതാണ് വിശുദ്ധ കുർബാനയെ തകർക്കാൻ. ഈ അടുത്തിടെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു. അവർ ചെയ്ത കാര്യം ഇങ്ങനെയാണ്. അവർക്ക് ഇങ്ങനെ തോന്നി, ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് വിശുദ്ധ കുർബാന ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു കോർട്ടിൽ കൊണ്ടുവന്ന് വെക്കും, ഫുട്ബോൾ കോർട്ടിലോ ബാഡ്മിൻ്റൻ്റെ കോർട്ടിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ചുറ്റുപട്ടത് നടന്ന് വിശുദ്ധ കുർബാനയെ കളിയാക്കി സംസാരിക്കും. സഹോദരങ്ങളെ, ഇത് ന്യൂസായി, പത്രങ്ങളിൽ ന്യൂസായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പിതാക്കന്മാർ എല്ലാവർക്കുമായി ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. പ്രത്യേകിച്ചും രാവും പകലും കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായ സഹോദരങ്ങൾക്കുമായി കത്തുകൾ എഴുതി. നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിലവിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ, വരും കാലങ്ങളിൽ ഈ രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നത് ഒരുപാട് വിപരീതപരമായ കാര്യങ്ങളായിരിക്കുമെന്ന് കണ്ട പിതാക്കന്മാർ എല്ലാവർക്കും കത്തെഴുതാൻ തുടങ്ങി. എല്ലാവരും ഈശോയുടെ മുമ്പിൽ നിലവിളിച്ചു, കർത്താവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ,
പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗം കനിഞ്ഞു. അത്തരം കാര്യങ്ങൾ 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നടന്ന സേറ്റാനിക് വർഷിപ്പിന്റെ അറ്റംപ്റ്റുകൾ സ്വർഗത്തിന്റെ ഇടപെടൽ മൂലം ഉന്മൂലനം ചെയ്യപ്പെട്ടു. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തരം സംഭവങ്ങൾ മാറി മാറി നമ്മുടെ രാജ്യത്തും സംഭവിക്കാൻ വരുന്ന സംഭവങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ നമ്മൾ നിലവിളിക്കണം. ഞാൻ ഏതാനും കണക്കുകൾ കൂടി നിങ്ങളോട് പറയാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു 92% കാത്തലിക്സ് ഉണ്ടായിരുന്ന ബെൽജിയത്ത് 8% കാത്തലിക്സ് ആണ് ഇന്നുള്ളത്. ഏതാണ്ട് 70% കാത്തലിക്സ് ഉണ്ടായിരുന്ന ജർമ്മനിയിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 28% കാത്തലിക്സ് ആണ് ഉള്ളത്. 92-94% കാത്തലിക്സ് ഉണ്ടായിരുന്ന അയർലൻഡിൽ ഇന്ന് ദേവാലയങ്ങളിൽ പോകുന്നത് 1 മില്യൺ ആളുകളാണ്. ആ 1 മില്യൺ ആളുകളിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകളും ഗേ മാരേജിന് ഓക്കെ പറയുന്ന ആളുകളാണ്. അമേരിക്കയിൽ 70 മില്യൺ കാത്തലിക്സ് ആണുള്ളത്. അതിൽ ഞായറാഴ്ച ദിവസം പോലും പള്ളിയിൽ പോകുന്നത് 17 മില്യൺ ജനങ്ങൾ മാത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 10 കൽപ്പനകൾ പോലും കൃത്യമായി അറിയാവുന്നവരുടെ എണ്ണം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 24% മാത്രമാണ്. യേശു എന്ന് പറയുന്നതും യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ഉത്ഥാനവും ഒരു കഥയായി വിശ്വസിക്കുന്നവർ 30%-ലധികം പേരാണ് എന്നാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ ദീപശിഖ ലോകത്തിലേക്ക് മുഴുവൻ പകർന്നു കൊടുത്ത യൂറോപ്പിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി വിശ്വാസ സംഘത്തിലെ ഇന്ന് ഒരുപാട് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കർത്താവിന് മുന്നിൽ നിലവിളിക്കണം. കരമുയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, യൂറോപ്പിലെ മിഷണറിമാരും നമ്മുടെ മിഷണറിമാരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. യൂറോപ്പിലെ മിഷണറിമാർ ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ അവിടെ കിടന്ന് ചാവുകയുള്ളൂ. അവരവിടെ അധ്വാനിക്കും, അവരവിടെ വ്യയം ചെയ്യും, മിക്കവാറും പേര് അവിടെ കിടന്ന് മരിക്കും. നമ്മൾ കുറച്ചുകൂടി ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ വീട്ടുകാർക്ക് വിളിക്കാനും വീട്ടുകാരൊക്കെ ആയിട്ട് ഇടപെടാനും അതിൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ഇടപെടുന്ന സമ്പ്രദായം നമുക്കുണ്ട്. എന്നാൽ അവരുടെ മിഷണറിമാർ പലരും അങ്ങനെ പോലും അല്ല. അവരങ്ങ് ഇറങ്ങി തിരിച്ചാൽ പിന്നെ അവർ മടങ്ങിപ്പോകുന്ന സമയം പോലുമില്ല. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പിശാചും അവൻ്റെ ദൂതന്മാരും ഇറങ്ങുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കണം. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് ഹോളി ലാൻഡിൽ പോകുമ്പോൾ ഓരോ ആളിനും ശ്രദ്ധേയമാകുന്നത് പല വിഷയങ്ങളാണ്. ചിലർക്ക് യേശു മുറിക്കപ്പെട്ട സ്ഥലം, കുരിശിൽ തറച്ച സ്ഥലം, ഉദ്ധാനം ചെയ്ത സ്ഥലം. എന്നെ ഏറ്റവും സ്വാധീനിച്ച സ്ഥലം, ഈശോ നിലവിളിച്ച ഒരു സ്ഥലമുണ്ട്. ജെറുസലേമിനെ ഓർത്തുകൊണ്ട്, ജെറുസലേമിനെ നോക്കിക്കൊണ്ട് യേശു നിലവിളിക്കുന്ന സ്ഥലത്ത് കണ്ണീരിൻ്റെ രൂപത്തിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സൊക്കെ ഇട്ട് ഒരു കൊച്ചു കപ്പേള അവർ പണിതിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടാണ് യേശു തകർക്കപ്പെട്ട ജെറുസലേമിനെ ഓർത്ത് നിലവിളിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. കർത്താവ് വിലപിക്കുന്നത് ഇങ്ങനെയാണ്: ഓ ജെറുസലേം, ഓ ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും തൻ്റെ അടുത്തേക്ക് വരുന്നവരെ പിന്തള്ളുകയും ചെയ്തവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകളുടെ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ എത്രയോ കാലം ഞാൻ നിന്നെ കാത്തുകൊണ്ടു, എന്നിട്ടും നിങ്ങൾ എന്നെ പിഞ്ചെറിഞ്ഞു, എന്നിട്ടും നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. ഓ ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും തൻ്റെ അടുത്തേക്ക് വരുന്നവരെ പിന്തള്ളുകയും ചെയ്തവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകളുടെ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ എത്രയോ കാലം ഞാൻ നിന്നെ കാത്തു, എന്നിട്ടും നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. സഹോദരങ്ങളെ, ഇത് പറയുന്നത് ഈശോ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മനസ്സ് മടുത്ത് ഇറങ്ങിപ്പോന്നതിന് ശേഷം അതിനെ നോർത്ത് നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, ഈശോ നിലവിളിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഇന്നും തകർക്കപ്പെട്ട് കിടക്കുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഹോളി ലാൻഡിൽ പോയിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അത് പരിചയം ഉണ്ടാകും ആ സ്ഥലം. സഹോദരങ്ങളെ, ആദ്യം തകർക്കപ്പെട്ടത് 3 സ്റ്റേജുകളിലായിട്ടാണ് തകർക്കപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് യുദ്ധം മൂലം അത് മുഴുവൻ തകർക്കപ്പെട്ടു. പ്രധാനപ്പെട്ട എല്ലാ മതിലുകളും എല്ലാ പ്രധാനപ്പെട്ട തൂണുകളും തകർക്കപ്പെട്ടു. രണ്ടാമത്തെ സ്റ്റേജ് വന്നപ്പോൾ അവിടെ ബാക്കി വന്ന സ്ഥലത്തിന് തീയിട്ടു. മൂന്നാമത്തെ സ്റ്റേജ് ബാക്കി ശേഷിച്ചത് ഉൾപ്പെടെ തകർത്ത് കളഞ്ഞു. പരിശുദ്ധനും അനുഗ്രഹീതനുമായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്: കത്തോലിക്ക തിരുസഭയിൽ ജെറുസലേം ദേവാലയത്തിന്റെ തകർച്ചയുടെ ആദ്യ ചുവട് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എന്താണത്?
ദേവാലയങ്ങളിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം യൂറോപ്പിനെ കുറിച്ച് ഇങ്ങനെ നിലവിളിച്ചു, ഓ യൂറോപ്പ്, നിങ്ങളുടെ എത്ര കാലം ലോകത്തിന് മുഴുവൻ വിശ്വാസം വിളമ്പിയവരാണ്, എത്ര കാലം, എത്രയോ പതിറ്റാണ്ട് ലോകത്തിലെ ധാരാളം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മിഷണറിമാരെ അയച്ചു. ഇന്നിതാ നിങ്ങളുടെ കത്തീഡ്രലുകൾ വെറുതെ ശേഷിച്ച് കിടക്കുന്നു, അത് ഹോട്ടലുകളായിട്ട് മാറുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് യൂറോപ്പ് ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദേവാലയങ്ങളിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയാൽ പിന്നെ അത് വെറും കോട്ടകൾ മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്, സഭയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. അങ്ങ് സഭയെ കാക്കണം, സഭയെ അവിടുന്ന് ചേർത്ത് പിടിക്കണം. കുറവുകൾ ഉണ്ടെങ്കിലും കർത്താവെ, അവിടുത്തെ അവസാനത്തെ 2ാമത്തെ വരവ് വരെയും ഇത് പരിരക്ഷിക്കപ്പെടാൻ തക്ക വിധത്തിൽ അതിനുള്ള ശക്തിയും ആർജത്വവും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് കർത്താവിന് നിലവിളിക്കണം. വലകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിൽ നിന്ന് തന്നെ വലിയ ദൈവത്തിൻ്റെ കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന പ്രവാചകർ ഉദയം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആദ്യത്തെ പെന്തക്കോസ്റ്റിനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ പെന്തക്കോസ്റ്റിൽ അഗ്നിനാവുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വേർ ഇസ് എ ടങ് ഓഫ് ഫയർ ഇൻ ദ കാത്തലിക് ചർച്ച്, വേർ ഇസ് എ ടങ് ഓഫ് ഫയർ ഇൻ ദ കാത്തലിക് ചർച്ച്. ഇന്ന് സഭയിൽ അഗ്നിനാവുകൾ കാണാനില്ല. അദ്ദേഹം പറഞ്ഞു, അഗ്നിനാവുകൾ ഒരിക്കൽ കൂടി വന്നില്ലെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും അഗ്നിനാവുകൾ കൊണ്ട് സമ്പന്നമാകുന്നൊരു സഭയായിട്ട് മാറാനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിലവിളിക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ലോകത്തെ മാറ്റിമറിക്കുന്നത് മെജോറിറ്റി ആളുകളല്ല. ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ഭൂരിപക്ഷമല്ല, കൂടുതൽ ആളുകളല്ല മാറ്റങ്ങൾ വരുത്തുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അക്കാലത്തുണ്ടായിരുന്ന ഒട്ടേറെ ഗോത്രങ്ങളിൽ ഒരു ഗോത്രം മാത്രമാണ്. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തെ മാറ്റിമറിക്കുന്നതും ഒരു കൊച്ചു സമൂഹമായിരിക്കും. നിങ്ങൾക്കറിയാവോ, പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കത്തോലിക്ക തിരുസഭയിൽ ഏറ്റവും കൂടുതൽ വൈദികരുള്ളത്, ഏറ്റവും കുറവ് ക്രിസ്ത്യാനികളുള്ള ഭാരതത്തിൽ നിന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, അതിൽ തന്നെ കത്തോലിക്ക തിരുസഭയിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദികരും സിസ്റ്റേഴ്സും ഉള്ളത് കേരള സഭയിൽ നിന്നാണ്, മലയാളി സഭയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇത് ഒരിക്കലും ആക്സിഡൻ്റൽ അല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാവോ, അമേരിക്കയിൽ ഏറ്റവും വലിയ ഗ്യാസ് സ്റ്റേഷൻ്റെ ശൃംഖല നടത്തുന്നത് മലയാളിയാണ്. വലിയ ഗൂഗിൾ പോലുള്ള വലിയ നെറ്റ്വർക്കുകളുടെ നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യക്കാരാണ്. ആപ്പിൾ പോലുള്ള കമ്പനിയെ ഭരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്റൽ പോലുള്ള കമ്പനികളിൽ ആയിരക്കണക്കിന് പേര് വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാണ്. ഏറ്റവും നല്ല പുറം നാടുകളിലെ ഡോക്ടേഴ്സ് ഇന്ത്യക്കാരായ ഡോക്ടേഴ്സാണ്. എങ്കിൽ ആത്മാക്കളെ നേടുന്ന വിദ്യയിലും നമ്മൾ തന്നെ 1ാം സ്ഥാനത്ത് വരില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് മലയാളികൾ ചിതറിക്കപ്പെടുന്നത്. പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മലയാളി സഭയിലെ 70% യുവതി യുവാക്കളും കേരളത്തിന് പുറത്താണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരിക്കാം, സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ദുബായ് പോലുള്ള രാജ്യങ്ങളിലായിരിക്കാം, മറ്റു രാജ്യങ്ങളിലുമായിരിക്കാം. എവിടെയായിരുന്നാലും 70%-ലധികം യുവതി യുവാക്കൾ കേരളത്തിലെ സഭയിൽ നിന്ന് പുറത്താണ്. അവർ മറ്റ് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് സഹോദരങ്ങളെ, അവരയച്ചതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് വലിയ മാറ്റങ്ങൾ ലോകത്തിൽ ആ തരത്തിൽ നടത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നത്. അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുമോ? മലയാളികളായ ഏതാനും പേര് പോയിക്കൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും വത്തിക്കാൻ്റെ അംഗീകാരമുള്ള 13ാമത്തെ ടെലിവിഷൻ ചാനൽ എന്ന് പറഞ്ഞ് ഷാലോം വേൾഡ് ടെലിവിഷൻ ചാനൽ ഉണർന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? നമ്മൾ വിചാരിച്ചാൽ പലതും നടക്കും. മൈനോറിറ്റി ഡിസൈഡ്സ് ദ ഡെസ്റ്റിനി ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ ഡെസ്റ്റിനി എന്തായിരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് മൈനോറിറ്റിയാണ്, മെജോറിറ്റി അല്ല. ഏതാനും പേരാണ് ശ്രമിക്കുന്നത്. പൗലോസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരിക്കൽ പൗലോസ് തെസ്സലോനിക്കയിൽ നിന്ന് കൊറിന്തോസിലേക്ക് വരുന്ന സമയത്ത് അവരെ നോക്കിക്കൊണ്ട്, പൗലോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തെ മാറ്റിമറിച്ച പൗലോസ് നമ്മുടെ ദേശത്ത് എത്തിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ പിടിവിട്ടു, നമുക്കിനി രക്ഷയില്ല എന്ന്. സഹോദരങ്ങളെ ഓർക്കണം, മലയാളികൾ ചിന്നിച്ചിതറി പാർക്കുന്നതിൻ്റെ കാരണം
മലയാളികളെ പല സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിൻ്റെ മേൽ വലിയ പദ്ധതിയുണ്ട്. ഈ പദ്ധതി നമുക്ക് ഒരുപക്ഷെ മറ്റു രാജ്യത്ത് പോകാൻ പറ്റുന്നില്ലായിരിക്കാം, മറ്റെങ്ങും പോകാൻ പറ്റാതെ നമ്മൾ കിടപ്പുരോഗിയായിരിക്കാം, നമ്മൾ പ്രായാധിക്യം മൂലം വിഷമിക്കുന്ന ആളായിരിക്കാം, സാധാരണമായ ഇടവകയിൽ ദൈവശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം. എവിടെ ചെയ്യുമ്പോഴും പ്രാർത്ഥനയുടെ അതിർത്തികൾ നമുക്ക് വിസ്താരമാക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അതിർത്തികൾ നമുക്ക് വിശാലമാക്കണം. ഏതൊരു ദൈവ ശുശ്രൂഷകനെയും കർത്താവെ അവിടെ പറഞ്ഞു വിട്ട് ആ ദേശത്തെ ആ കർത്താവെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം.